ജീവിക്കുന്നതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പകൽ ഈ വഴിയിൽ നിൽക്കുന്നത്. ഇന്ന് ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പുതിയ ക്രിസ്മസിൽ ഉള്ളിൽ ക്രിസ്തു ജനിക്കുന്ന ഒരു ക്രിസ്മസ് ആകട്ടെ. മദ്യമില്ലാത്ത ക്രിസ്മസ്, മയക്കുമരുന്നില്ലാത്ത ക്രിസ്മസ്, ദാരിദ്ര്യമില്ലാത്ത ക്രിസ്മസ്. അതിനായി എന്റെ കർത്താവ് ഒരിക്കലായി എന്നേക്കുമായി കാൽവരിയിൽ വില കൊടുത്തു കഴിഞ്ഞു. ഇന്ന് അനേക കച്ചവടക്കാർ ഈ നെല്ലിക്കാല ടൗണിൽ എന്നെ അനേക കച്ചവടക്കാർ കേൾക്കുന്നുണ്ട്. ഇന്ന് കച്ചവടത്തിൽ ഭാരത്തോടെയാണോ ഇരിക്കുന്നത്? സാമ്പത്തികമായി തകർന്നാണോ ഇരിക്കുന്നത്? നിങ്ങൾ പലരുടെയും മുമ്പിൽ കൈനീട്ടി കാണും. പ്രിയപ്പെട്ടവരെ, ലോകത്തിന് മുമ്പിൽ നിങ്ങൾ കൈനീട്ടുമ്പോൾ ലോകം നിങ്ങളെ ലജ്ജിപ്പിക്കും. എന്നാൽ ഇവന്റെ മുമ്പിൽ കൈനീട്ടിയ ആരും ഇന്ന് വരെ ലജ്ജിച്ചു പോയിട്ടില്ല. ദൈവവചനം പറയുന്നു, അവനിലേക്ക് നോക്കിയവർ അവർ പ്രകാശിതരായി, ആരും ലജ്ജിച്ചു പോയിട്ടില്ല. ആ കർത്താവിന് മാറ്റമില്ല. ദൈവവചനം പറയുന്നു, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ മാറ്റമില്ലാത്തവനാ. ഇന്നലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവൻ അത്ഭുതം ചെയ്തെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിലും ആ കർത്താവ് അത്ഭുതം ചെയ്യും. അതിനായിട്ട് നിങ്ങൾ കോഴഞ്ചേരി ചെട്ടിമക്കൽ ഞങ്ങളുടെ തെങ്ങിലോട്ട് കടന്നു വരേണ്ട. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, അവിടെ ആ കടയ്ക്കുള്ളിലാണോ, ആ വീടിനുള്ളിലാണോ, ഈ ശബ്ദപരിധിയിൽ നിങ്ങൾ ഞങ്ങൾ എവിടെ കേൾക്കുന്നുണ്ടെങ്കിലും അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് യേശുവേ, ഇവർ വിളിച്ചു പറയുന്ന സത്യമാണെങ്കിൽ എന്നെ സഹായിക്കണം എന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ ചരിത്രം ഒരേടിയായിട്ട് മാറും. നിങ്ങളുടെ ചരിത്രം ഞങ്ങളുടെ ചരിത്രം പോലെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം പോലെ ഒരു ചരിത്രമായി മാറും. ദൈവവചനം പറയുന്നു, നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എല്ലാ ഭാരവും, എല്ലാ മുറുകെ പറ്റുന്ന പാപവും വിട്ടകന്ന് മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തുവിലോട്ടൊന്ന് നോക്കണം. ഇന്ന് അവനിലോട്ട് നോക്കിയാൽ യേശുവേ എന്നെ സഹായിക്കണം, എന്റെ കുടുംബത്തെ സഹായിക്കണം, എന്റെ ബിസിനസിനെ സഹായിക്കണം, എന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണം, എന്റെ കച്ചവടത്തെ സഹായിക്കണം എന്നാര് പറഞ്ഞാലും അത്ഭുതം. ഇന്ന് ഈ വഴിവക്കിൽ എന്നെ കേൾക്കുന്ന രോഗികളുണ്ടെങ്കിൽ നിൽക്കുന്ന സ്ഥലത്ത്, ആ രോഗസ്ഥലത്ത് നിങ്ങളുടെ കരമൊന്ന് വെക്കാം. തളർന്നാണോ ഇരിക്കുന്നേ? ഇന്ന് തളർന്നിരിക്കുന്ന അവസ്ഥയാണോ? അസ്ഥികൾ വളഞ്ഞാണോ ഇരിക്കുന്നേ? ബലം ക്ഷയിച്ചാണോ ഇരിക്കുന്നത്? ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് തല വളഞ്ഞിരിക്കുന്ന അസ്ഥികൾ വീണ്ടുവരും. പ്രാർത്ഥിക്കുന്ന സമയത്ത് വേദനകൾ അപ്രത്യക്ഷമാകും. പ്രാർത്ഥിക്കുന്ന സമയത്ത് മദ്യപാനത്തിന്റെ ആസക്തികൾ വിട്ടുമാറും. യേശുവിന് മാറ്റമില്ല. യേശു കർത്താവിന് മാറ്റമില്ല. അവൻ ജീവനോടെ ഉണ്ട്. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയാതെ കർത്താവ് ഇന്ന് നിങ്ങളെ തൊടുവാൻ പോവുകയാണ്. ഇന്ന് ബിസിനസ് ചെയ്യുന്നവർ, നിങ്ങളുടെ ക്യാഷ് കൗണ്ടറുകൾ ശൂന്യമാണോ? ആ കടയിൽ ആ ക്യാഷ് കൗണ്ടറിന് മേളിലോട്ട് നിങ്ങളുടെ കരമൊന്ന് നീട്ടിവെച്ച് യേശുവേ ഇതിനെ ഒന്ന് അനുഗ്രഹിക്കണം. അത്ഭുതം നടക്കും. ഒരത്ഭുതം നടന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. 2000 പല വർഷങ്ങൾക്ക് മുമ്പ് ഒരത്ഭുതം നടന്നു. പ്രിയപ്പെട്ടവരെ, പുരുഷ സമ്പർക്കമില്ലാതെ ഒരു സ്ത്രീ ഗർഭം ധരിച്ച ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. 2000 പല വർഷങ്ങൾക്ക് മുമ്പ് ഒരു അത്ഭുതം നടന്നു. മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. എല്ലാവരും കൂടെ ഒരു പാട്ടൊക്കെ പാടി അവന്റെ ശരീരം ഒരു കല്ലറയ്ക്കുള്ളിൽ കൊണ്ടുപോയി വെച്ചു. 24 മണിക്കൂറൊന്നും സംഭവിച്ചില്ല, 48 മണിക്കൂറൊന്നും സംഭവിച്ചില്ല. എന്നാൽ 3-ാം ദിവസം അവൻ കല്ലറയെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റു. അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തുണ്ട്. യേശുവിനെ സഹായിക്കണമെന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ അവൻ സ്വർഗം ചായിച്ച് നിങ്ങളുടെ അടുത്തിറങ്ങി വരും. അവൻ സ്വർഗം ചായിച്ചിറങ്ങി വരും. ഇന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞു, യേശുവിനെ സഹായിക്കണം എന്ന് പറയുന്ന സമയത്ത് അത്ഭുത സൗഖ്യങ്ങൾ നടക്കാൻ പോവുക. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കരങ്ങൾ ഉയർത്തേണ്ടവർക്ക് കരങ്ങൾ ഉയർത്താം. ഇന്ന് മറ്റേതെങ്കിലും ഭാരത്തിൽ എന്നെ കേൾക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കരം ഉയർത്തി പിടിക്കാം. നിങ്ങൾ രോഗസ്ഥലത്ത് കൈവെക്കണോ? രോഗസ്ഥലത്ത് കരം വെക്കാം. നിങ്ങൾക്ക് കടയിൽ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ എന്റെ കടയെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നെങ്കിൽ യേശുവേ എന്റെ കച്ചവടത്തെ ഒന്ന് അനുഗ്രഹിച്ച് എന്ന് പറയുമ്പോൾ തന്നെ കർത്താവിന്റെ അത്ഭുതകരമൊന്ന് ഇറങ്ങി വരും. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഇപ്പോൾ ഷാജി ബ്രദർ നമ്മുടെ മധ്യത്തിലുണ്ട്. 9 ബിസിനസ്സോളം ചെയ്തു. എല്ലാ ബിസിനസ്സുകളും തകർന്നു. എന്നാൽ യേശു തന്റെ ജീവിതത്തിൽ വന്നപ്പോൾ തന്റെ ജീവിതം ഞാൻ പറഞ്ഞതുപോലെ തന്റെ ഏടി മാറി, തന്റെ ഭീഷി മാറി ഏടിയായി തീർന്നു. ആ യേശു ജീവനോടെയുണ്ട്. ഇന്ന് ഷാജി ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ ഇവിടെ നടക്കാൻ പോകുക. എല്ലാവരും വിശ്വസിച്ച് പറഞ്ഞോട്ടെ, യേശുവേ സഹായിക്കണം.